നമസ്കാരം. പ്രധാനമന്ത്രി പദവിയിൽ മൂന്നാം ഊഴം തേടുകയാണ് നരേന്ദ്രമോദി. ഹാട്രിക് എന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നം കൂടിയാണ്. തുടർച്ചയായി ഭരിക്കുന്ന ഏതൊരു ഭരണകൂടത്തിനും കുറച്ചൊക്കെ ഭരണവിരുദ്ധ വികാരം മറികടക്കേണ്ടതുണ്ട്. മൂന്നാം വട്ടവും അധികാരം പിടിക്കണമെങ്കിൽ വിപുലമായ സന്നാഹങ്ങൾ ആവശ്യവുമാണ്. അതിനാൽ തന്നെ വേറിട്ട വഴികളിലൂടെയായിരുന്നു ബിജെപി മോദിയും സഞ്ചരിച്ചത്. കേരളത്തിലടക്കം പിടിമുറുക്കിയത് അത്തരത്തിലുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ്. കേരളത്തിലടക്കം നേട്ടമുണ്ടാക്കുമെന്നുകൂടി ബിജെപി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ബിജെപി പ്രധാനമായും നേട്ടം കൊയ്യാൻ പോകുന്ന അപ്രതീക്ഷിതമായി നേട്ടം കൊയ്യാൻ പോകുന്ന ചില സംസ്ഥാനങ്ങൾ ഇനി പറയുന്നവയാണ്. പശ്ചിമ ബംഗാൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 42 ലോക്സഭാ സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തവണ 18 സീറ്റുകളായിരുന്നു ബിജെപി നേടിയത്. ഇക്കുറി അത് 8 സീറ്റുകളെങ്കിലും വർദ്ധിച്ച് 27 വരെ ആകാം എന്നാണ് സർവേകൾ അടക്കം നൽകുന്ന സൂചന. ആന്ധ്രാപ്രദേശാണ് അടുത്ത സംസ്ഥാനം. 25 ലോക്സഭാ സീറ്റുകളുണ്ട്. ബിജെപി വട്ടപൂജ്യമായിരുന്ന സംസ്ഥാനം കൂടിയാണ്. പക്ഷേ ഇത്തവണ അവർക്ക് അവിടെ പ്രതീക്ഷകളുണ്ട്. കാരണം സഖ്യമായാണ് മത്സരിക്കുന്നത്. TDPയും ജനസേനയും ഒപ്പമുള്ളത് കൊണ്ട് തന്നെ തങ്ങൾക്കും മെച്ചം ലഭിക്കും എന്നുള്ള പ്രതീക്ഷ ബിജെപിക്കുണ്ട്. തെലങ്കാനയിൽ BRSന് ഏറ്റ തിരിച്ചടി. അത് ബിജെപിക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുമെന്ന് കരുതുന്നവർ ഏറെയാണ്. 2 മുതൽ 3 സീറ്റുകളെങ്കിലും കുറഞ്ഞത് തെലങ്കാനയിൽ ബിജെപി ഉറപ്പിക്കുന്നുമുണ്ട്. ഇനി UPയിലേക്കാണ്. UPയിൽ ഇത്തവണ NDA ലക്ഷ്യം വെക്കുന്നത് 75 സീറ്റുകളാണ്. 80-ൽ 75 സീറ്റുകൾ സ്വന്തമാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് NDA സഖ്യത്തിനുള്ളത്. കഴിഞ്ഞ തവണ ബിജെപി തനിച്ചു നേടിയത് 62 സീറ്റുകളായിരുന്നു. ഇത്തവണ 9 സീറ്റുകൾ അധികമായി നേടുമെന്നുള്ള സൂചന കൂടിയുണ്ട്. ഇനി അസമിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ 14 ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ്. അതിൽ 12 എണ്ണം ബിജെപി നേടുമെന്ന് തന്നെയാണ് സർവേകൾ അടക്കം നൽകുന്ന സൂചന. തമിഴ്നാട്ടിൽ 1-2 സീറ്റുകൾ ലഭിച്ചാൽ പോലും അത് ബിജെപിക്ക് ലഭിക്കുന്ന ബോണസ് ആയിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.